അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, നോമ്പ് മുറിയുന്ന 7 കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല 3 കാര്യങ്ങൾ ഖുർആനിലെ ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവ ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫൽആന ബാശിറുഹുന്ന വബ്തഗു മാ കതബല്ലാഹു ലക്കും. ഇപ്പോൾ നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് അന്വേഷിക്കുക. ഉക്കുലു വഷ്റബു, തിന്നുക, കുടിക്കുക. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച കാര്യങ്ങളിൽ ഒന്ന് സ്ത്രീ പുരുഷ ബന്ധം പകലിൽ, റമദാനിൻ്റെ പകലിൽ സംഭവിച്ചാൽ ആ ദിവസത്തിൻ്റെ നോമ്പ് ഖളാ വീട്ടണം. അതിന് കഫാറ ആയിക്കൊണ്ട് പറയപ്പെടുന്നത് അടിമമോചനം നടത്തണം. അത് സാധ്യമല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. അതും സാധ്യമല്ലെങ്കിൽ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകണം. രണ്ടാമത്തേതായി തിന്നുക, കുടിക്കുക. മൂന്നാമത്തേതായി ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ഇഞ്ചക്ഷൻ പോലെയുള്ളവ നൽകുക. നാലാമത്തേത് സ്വമേധയ മനഃപൂർവ്വമായിക്കൊണ്ട് ഛർദ്ദിക്കുക. ഇനി അതല്ല, മനഃപൂർവ്വമല്ലാത്ത ഛർദ്ദിയാണെങ്കിൽ നോമ്പിനെ യാതൊരു ബാധിക്കുന്നില്ല. അഞ്ചാമത്തേത് ഹൈദ് നിഫാസ്, സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഹൈദിൻ്റെയും നിഫാസിൻ്റെയും രക്തം കണ്ടുവരിക. അത് മഗ്രിബ് ബാങ്കിൻ്റെ 5 നിമിഷം മുമ്പാണെങ്കിലും ശരി, അത് നോമ്പിനെ ബാധിക്കും. നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തേത് ഹിജാമ ചെയ്യിക്കുക. ആറാമത്തേത് സ്വയംഭോഗം ചെയ്യുക. ഈ 7 കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ഈ വിഷയത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് അറിവുണ്ടായിരിക്കണം. 2, യാതൊരു നിർബന്ധമോ യാതൊരു നിലക്കുള്ള ഫോഴ്സ് ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും അദ്ദേഹത്തെ നിർബന്ധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മൂന്നാമത്തത്, അത് ഓർമ്മയിൽ ചെയ്തിരിക്കണം, മറന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഈ 7 കാര്യങ്ങളല്ലാത്ത മറ്റുള്ളവ, ഉദാഹരണത്തിന് പല്ല് തേക്കുക, അതുപോലെ തന്നെ മരുന്നിന് വേണ്ടി ഇഞ്ചക്ഷൻ അടിക്കുക, ഇതുപോലെയുള്ളവ കൊണ്ട് യാതൊരു നോമ്പിനെ ബാധിക്കുന്നില്ല. പിന്നെ രക്തപരിശോധന ചെയ്തുകൊണ്ടോ, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ എക്സ്റേ എടുക്കുക, അതുപോലെ തന്നെ പകൽ സമയത്ത് കുളിക്കുക, അതുകൊണ്ട് യാതൊരു നോമ്പിന് യാതൊരു ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ രുചി നോക്കിയാലും നോമ്പിന് ബാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുമേൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.